സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും നൽകാൻ LDF സർക്കാരിന്റെ തീരുമാനം. സർക്കാരിന്റെ 100ാം ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകാനുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഭൂമിയുള്ളവരും എന്നാൽ വീടില്ലാത്തവരുമായവർക്ക് വീട് നിർമ്മിച്ചു നൽകാനും സർക്കാർ ലക്ഷ്യം വെക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ തൊഴിൽ മേഖലകളിൽ തന്നെ വീട് നിർമ്മിച്ചു നൽകും. സ്ഥലപരിമിതി ഉള്ളിടത്ത് ഫ്ളാറ്റുകൾക്കായിരിക്കും മുൻഗണന നൽകുക. 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് കക്കൂസില്ലാത്ത മുഴുവൻ വീടുകളിലും കക്കൂസ് നിർമ്മിച്ചു നൽകാനും തീരുമാനമുണ്ട്. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതികൾക്കും രൂപം നൽകും. സർക്കാരിൻ്റെ 100ാം ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ വകുപ്പും തിരിച്ച് നടപ്പാക്കേണ്ട പദ്ധതികളും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചവ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾക്കും സർക്കാർ രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാർ 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ നേട്ടങ്ങൾ 100 ദിവസം കൊണ്ട് നൽകാൻ LDF സർക്കാരിന് സാധിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ LDFന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും ഇടതുപക്ഷ ഐക്യം കൂടുതൽ ദൃഢപ്പെടുത്തുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കാസർഗോഡ് കുറ്റിക്കോലിൽ CPIM പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കാസർഗോഡ് ജില്ലയിലെ ബേഡകത്ത് CPIM ശിഥിലമായെന്നുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും കുപ്രചാരണത്തിന് മറുപടി നൽകുന്നതായിരുന്നു പാർട്ടി കുറ്റിക്കോലിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം. പൊതുയോഗത്തിലെ വൻ ജനപങ്കാളിത്തം ബേഡകം CPIMന്റെ ശക്തിദുർഗമാണെന്ന് വീണ്ടും സാക്ഷ്യപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയിലും പഴയകാല നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഇടതുപക്ഷത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്താനാണ് CPIM ആഗ്രഹിക്കുന്നതെന്നും കേരളത്തിൽ LDFന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ CPIM ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ആകെ ചേർത്തുകൊണ്ട് വിശാലമായ ഇടതുപക്ഷ പ്രസ്ഥാനം രാജ്യവ്യാപകമായി വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരണത്തിലുണ്ടായതിലേറെ നേട്ടങ്ങൾ 100 ദിവസത്തെ LDF ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ലഭിച്ചുവെന്ന് കോടിയേരി ചൂണ്ടിക്കാട്ടി. ഭരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടാൻ തുടങ്ങി. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 100 ദിവസം കൊണ്ട് UDF 5 വർഷം ചെയ്തതിന്റെ ഇരട്ടി കാര്യങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യാൻ സാധിച്ചു. CPIMന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയായതുകൊണ്ടാണ് സ്വാധീന മേഖലകളിൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെട്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPIM 1964 രൂപം കൊണ്ടിരുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ശക്തമായൊരു ഇടതുപക്ഷം ഉണ്ടാകുമായിരുന്നില്ലെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കറുകുറ്റി ട്രെയിൻ അപകടത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ദക്ഷിണ റെയിൽവേ ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള 4 സംഘം റെയിൽവേ ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുത്തു. ഉന്നതതല യോഗവും തെളിവെടുപ്പും പ്രഹസനമെന്ന് ആരോപിച്ച് DYFI തെളിവെടുപ്പ് കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ദക്ഷിണ റെയിൽവേ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജോൺ തോമസ്, ചീഫ് ട്രാക്ക് എഞ്ചിനീയർ ലത്തീഫ് ഖാൻ, ചീഫ് റോളിംഗ് സ്റ്റോക്ക് എഞ്ചിനീയർ പാസ്വാൻ, ചീഫ് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് എഞ്ചിനീയർ ചൗധരി എന്നിവരടങ്ങിയ റെയിൽവേ സംഘമാണ് അപകട കാരണം അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഏരിയ മാനേജറുടെ ഓഫീസിൽ ആരംഭിച്ചു. പാളം തെറ്റിയ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൽ അപകട സമയത്തുണ്ടായിരുന്ന ലോക്കോ പൈലറ്റുമാർ, അതുവഴി കടന്നുപോകേണ്ടിയിരുന്ന ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റുമാർ, സ്റ്റേഷൻ മാസ്റ്റർ, അപകട സമയത്ത് സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ ഭൂരിഭാഗം പേരും മൊഴി നൽകാനായി എത്തി. പ്രദേശവാസികൾക്കോ മറ്റ് ദൃക്സാക്ഷികൾക്കോ അപകട കാരണം സംബന്ധിച്ച എന്തെങ്കിലും വിവരം ലഭ്യമാണെങ്കിൽ അതും മൊഴിയായി സ്വീകരിക്കും. അപകട സമയത്ത് ട്രെയിനിനുള്ളിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരും മൊഴി നൽകാനായി എത്തി. G. സുരേഷ് കുമാർ, മിനിമോൾ, സായിരാജ്, സദാനന്ദൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഭവ സമയത്ത് ട്രെയിനിലുണ്ടായിരുന്നത്. കറുകുറ്റിയിൽ നേരത്തെ സ്കാനിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വിള്ളൽ കണ്ടെത്തിയ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചില്ല എന്ന പരാതിയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച തെളിവുകളും ഉന്നത സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രാക്ക് ഫിറ്റ്നസ്, കോച്ചുകളുടെ ഫിറ്റ്നസ്, ലോക്കോ പൈലറ്റ് സ്പീഡ്, മൂവ്മെന്റ്, സിഗ്നലിംഗ്, ബ്രേക്കിംഗ് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. യാത്രക്കാരുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ആവശ്യമുന്നയിച്ച് DYFI തെളിവെടുപ്പ് കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇവിടെ വലിയ സുരക്ഷാ വീഴ്ച ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, എന്ത് അപകടമുണ്ടായാലും അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പ്രഹസനമായി തീരുന്ന തരത്തിലുള്ള യോഗങ്ങൾ നടത്തുക എന്നുള്ളതിനപ്പുറം കാര്യക്ഷമമായ ഒരു നടപടിയും സ്വീകരിക്കാൻ റെയിൽവേ ഇതിനു മുമ്പും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കേരളത്തിൽ റെയിൽ പാളങ്ങളിൽ 202 വിള്ളലുകളുണ്ടെന്ന് ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മേലധികാരികൾ സ്വീകരിക്കുന്നത് അനങ്ങാപ്പാറ നയമാണ്. അപകടമുണ്ടാകുമ്പോൾ കീഴുദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് പതിവ്. ഇത് സംബന്ധിച്ച് എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഉന്നതതല അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. അതേസമയം ചില കേന്ദ്രങ്ങൾ വഴി കടന്നുപോകുമ്പോൾ ട്രെയിനിന്റെ വേഗത കുറയ്ക്കണമെന്ന് ഡിവിഷണൽ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിർദ്ദേശം നൽകി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കീഴുദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് എന്ന ആരോപണമുയർത്തിയാണ് എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പത്രക്കുറിപ്പിൽ ഇപ്രകാരം വിവരിക്കുന്നു:
4 മാസത്തെ ഇടവേളകളിൽ അൾട്രാസോണിക് മെഷീനുകൾ ഉപയോഗിച്ച് പാളങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന രീതി റെയിൽവേയിലുണ്ട്. അപകടകരമായ വിള്ളലുകളോ മറ്റോ പാളത്തിൽ കണ്ടെത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കേണ്ട ഗണത്തിൽ അവ പെടും. ആ ഗണത്തിൽപ്പെടുന്ന 202 ഇടങ്ങൾ കേരളത്തിലാകെയുണ്ടെന്നാണ് പത്രക്കുറിപ്പിൽ ഫെഡറേഷൻ വ്യക്തമാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മേലുദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രദേശങ്ങളെത്തുമ്പോൾ ട്രെയിനിന്റെ വേഗത പരിമിതപ്പെടുത്തിയാണ് അപകടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുന്നത്. പാളത്തിലെ വിള്ളൽ ശാശ്വതമായി പരിഹരിക്കാതെ ഇപ്രകാരം ഓട്ടം തുടരുന്നത് ചിന്തിക്കാനാകാത്ത അത്രയും വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകും. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയ കറുകുറ്റി 202-ൽ 1 മാത്രമാണ്. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ കേരളത്തിലാകെ 150 കിലോമീറ്ററോളം പാളം പുനഃസ്ഥാപിക്കേണ്ടി വരും. അതിന് ചിലവാകുന്ന ഭീമമായ തുക കേന്ദ്രം കേരളത്തിന് അനുവദിക്കാനിടയില്ല. അതേസമയം തൃശൂർ, ചാലക്കുടി, അങ്കമാലി ഉൾപ്പെടെ ഷൊർണൂർ മുതൽ കൊച്ചി വരെ ചില കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററായി പരിമിതപ്പെടുത്താൻ ഡിവിഷൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാളങ്ങൾ കാലപ്പഴക്കം ചെന്നവയെന്നും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുമായി റെയിൽവേയുടെ ഈ നിർദ്ദേശത്തെ കാണാനാകൂ. പാളം നവീകരണത്തിനും പാത ഇരട്ടിപ്പിക്കലുമൊക്കെയായി കേരളം മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളെ മുമ്പ് പല തവണ സമീപിച്ചിരുന്നു. അപ്പോഴെല്ലാം കേന്ദ്രം കൈമലർത്തുകയാണ് ചെയ്തത്. അതിൻ്റെ തൽഫലമായി വേണം ഇപ്പോൾ ഈ അപകടത്തെ നോക്കിക്കാണാൻ. കേന്ദ്രം ഇനിയും ഈ അവഗണന തുടർന്നാൽ കേരളം വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും മദ്യപാനികളായ ലോക്കോ പൈലറ്റുമാരെ നിയന്ത്രിക്കാൻ കർശനമായ നടപടികളില്ല. ട്രെയിനിലെ ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകളും തുടർ നടപടികളും പ്രഹസനമാണെന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. ലോക്കോ പൈലറ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, ക്യാബിൻ ഉദ്യോഗസ്ഥർ എന്നിവർ ജോലി സമയത്ത് മദ്യപിക്കരുത് എന്ന് റെയിൽവേ കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. എന്നാൽ ഇത് ലംഘിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ വിരളമാണ്. പരിശോധനയിൽ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എന്നതടക്കമുള്ള ശിക്ഷാ നടപടികൾ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കെതിരെയും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. 3 വർഷത്തിനിടെ 37 പേർ പിടിക്കപ്പെട്ടുവെന്നും അഡ്വക്കേറ്റ് DB ബിനുവിന് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റുമാർ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പരിശോധന നടത്താൻ അവർ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ അന്ന് റെയിൽവേ തീരുമാനിച്ചത്. അതിനുവേണ്ടിയുള്ള ചാർജ് മെമ്മോ ഒക്കെ നൽകിയെങ്കിലും വർഷം 1 കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാനുള്ള ഒന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നടപടികൾ സ്വീകരിക്കുന്നതിൽ റെയിൽവേ എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ ശക്തരായ ഒരു വിഭാഗം തൊഴിലാളികളെങ്കിലും ഇതിനെ മിന്നൽ പണിമുടക്കെല്ലാം നടത്തി റെയിൽവേയുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ അതിനെ റെയിൽവേ ഭയപ്പെടുകയാണ്. പരിശോധനകൾ അട്ടിമറിക്കാൻ മിന്നൽ പണിമുടക്ക് നടത്തുന്ന ലോക്കോ പൈലറ്റുമാർ ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവനാണ് അപായത്തിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ നിർമ്മിച്ച റൂഫ് ടോപ്പ് സൗരോർജ്ജ പദ്ധതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചു. 5 കോടിയോളം രൂപ ചെലവിട്ട പദ്ധതി ഇത്തരത്തിലുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ സൗരോർജ്ജ നിലയമാണ്. പ്രതിവർഷം 5 ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുക. 250 വാട്ട് ശേഷിയുള്ള 1760 സോളാർ പാനലുകളാണ് ഡാമിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പടിഞ്ഞാറത്തറ 33 kV സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം സംസ്ഥാനത്തിന് ആവശ്യമായി വന്നിരിക്കുകയാണെന്നും ഇതിനായുള്ള കർമ്മ പരിപാടികളിലാണ് സംസ്ഥാന സർക്കാരെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈദ്യുത മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 2 വർഷത്തിനകത്ത് 500 മെഗാവാട്ട് വൈദ്യുതി സോളാർ പദ്ധതികളിൽ നിന്നായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സോളാർ മേഖലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളുടെ രൂപരേഖയായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ വീടുകളും എത്ര റിമോട്ടായിട്ടുള്ള ഏരിയയിൽ ഇരിക്കുന്ന വീടാണെങ്കിലും ശരി വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് 2017 മാർച്ചിന് മുമ്പ് വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. ആരാധനാലയങ്ങൾ സാമൂഹിക ഐക്യത്തിന്റെ സ്രോതസ്സുകളാകണമെന്ന് ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി. ശാന്തിഗിരി ആശ്രമ സ്ഥാപകനായ കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ആത്മീയാചാരങ്ങൾ സമൂഹത്തിൽ സൗഹാർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ശാന്തിഗിരി ആശ്രമ സ്ഥാപകനും നവയുഗ പ്രഭാവനുമായ നവജ്യോതി കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷങ്ങൾക്കാണ് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ തുടക്കമായത്. ആഘോഷ പരിപാടികൾ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങൾ സാമൂഹ്യ ഐക്യത്തിന്റെ സ്രോതസ്സുകളാകണമെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. There can be various forms of prayer, many of which are rooted in the belief that there is a higher power that has some level
of influence over your life. This belief can provide a sense of comfort and support in difficult times and gives one the courage and strength for dealing with adversity and pain. ഗവർണർ പി സദാശിവം, മന്ത്രി കെ രാജു, രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ, എ സമ്പത്ത് എം പി, സി ദിവാകരൻ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉപരാഷ്ട്രപതിയും ഗവർണറും മറ്റ് വിശിഷ്ട അതിഥികളും ശാന്തിഗിരി ആശ്രമത്തിലെ പ്രാർത്ഥനാലയം, പർണശാല, സഹകരണ മന്ദിരം എന്നിവയും സന്ദർശിച്ചു. പർണശാലയിലെത്തിയ ഉപരാഷ്ട്രപതി പുഷ്പസമർപ്പണവും നടത്തി. വിപുലമായ പരിപാടികളാണ് നവതി ആഘോഷത്തിന്റെ ഭാഗമായി ആശ്രമത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം SN കോളേജ് പ്രിൻസിപ്പളായിരുന്ന M. ശ്രീനിവാസിന്റെ പ്രതിമ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അനാവരണം ചെയ്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രസിഡന്റായ ശ്രീനിവാസൻ ഫൗണ്ടേഷനാണ് SN കോളേജിൽ വെങ്കല പ്രതിമ നിർമ്മിച്ചത്. ഡോക്ടർ M. ശ്രീനിവാസൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വെങ്കല പ്രതിമ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അനാവരണം ചെയ്തു. ആശ്രാമം മൈതാനത്ത് ഹെലികോപ്റ്ററിലെത്തിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗം SN കോളേജിലെത്തി. 4:20 റിമോട്ട് ഉപയോഗിച്ച് പ്രതിമ അനാവരണ കർമ്മം നിർവഹിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് M. ശ്രീനിവാസന്റെ സംഭാവനകൾ വളരെ വലുതാണെന്ന് ഉപരാഷ്ട്രപതി ഓർമ്മിച്ചു. Dr. Srinivasan personified in his dedication to the betterment of others through education the teachings and spirit of Kerala's great saint and social reformer, the mystic poet Shri Narayana Guru, after whom this college is named. It is befitting, therefore, that Dr. Srinivasan's statue be placed here in this beloved college. ഗവർണർ പി സദാശിവം അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ രാജു, ശ്രീനിവാസൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് MA ബേബി, SN കോളേജ് മാനേജർ വെള്ളാപ്പള്ളി നരേശൻ, MPമാർ, MLAമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു കൊല്ലം നഗരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 18ാമത് DC കിഴക്കേമുറി സ്മാരക പ്രഭാഷണം പാലക്കാട് നടന്നു. പുതിയ അസമത്വങ്ങൾ നവലിബറലിസത്തിന്റെ 25 വർഷങ്ങൾ എന്ന വിഷയം CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി അവതരിപ്പിച്ചു. നവ ഉദാരവൽക്കരണം എല്ലാ രംഗത്തും അസമത്വം വർദ്ധിപ്പിച്ചെന്ന് സുഭാഷിണി അലി പറഞ്ഞു. സാംസ്കാരിക സമ്മേളനം M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. MP രാജേഷ് MP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുഭാഷ് ചന്ദ്രൻ, ബെന്യാമിൻ, TD രാമകൃഷ്ണൻ, ആശ മേനോൻ, TR അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാമാത്യുവിന്റെ ആദ്യ കവിതാ സമാഹാരം സഖാവ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. DC ബുക്സ് നടത്തിയ കഥ, നോവൽ, കവിതാ പുരസ്കാരങ്ങളും വിതരണം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യാനായി സർക്കാർ ആരംഭിച്ച കാരുണ്യ ഫാർമസിയിൽ ലക്ഷങ്ങളുടെ മരുന്ന് തട്ടിപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയുടെ വെയർഹൌസിൽ നിന്നും കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 10 ലക്ഷത്തിന്റെ മരുന്നുകളാണ് മോഷണം പോയത്. അതേസമയം കുറ്റക്കാരനും കോൺഗ്രസുകാരനുമായ ജീവനക്കാരനെ സംരക്ഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായാണ് ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയുടെ വെയർഹൌസിലാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ലക്ഷങ്ങൾ വില വരുന്ന മരുന്നുകൾ ചില ജീവനക്കാർ തന്നെ കടത്തിക്കൊണ്ടുപോയത്. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളുമായി ചേർന്ന് വെയർഹൌസിലെ ജീവനക്കാരനായ INTUC നേതാവും ഇയാളുടെ തൽപര കക്ഷികളായ മറ്റ് ചില ജീവനക്കാരും ചേർന്നാണ് മരുന്ന് കടത്തിയിരുന്നത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 10 ലക്ഷം രൂപയുടെ മരുന്നുകൾ വെയർഹൌസിൽ നിന്ന് മോഷണം പോയതായി ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് ഈ മരുന്നുകൾ വെയർഹൌസ് ജീവനക്കാരൻ നൽകിയതായാണ് സൂചന. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ ജീവനക്കാരനായ ഇദ്ദേഹം സ്വകാര്യ മെഡിക്കൽ ഷോപ്പിലും രഹസ്യമായി പണിയെടുത്തിരുന്നു. കാരുണ്യ മെഡിക്കൽ ഫാർമസികളിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ക്യാൻസർ രോഗ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇവിടെ നിന്ന് വാങ്ങി സ്വകാര്യ ഷോപ്പുകൾക്ക് മറിച്ചുവിറ്റതിലും ഇവിടുത്തെ ചില ജീവനക്കാരുള്ളതായും പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ ബിനാമി പേരുകളിൽ സ്വന്തം മെഡിക്കൽ ഷോപ്പുകളുള്ള ചില ജീവനക്കാരും ഇവിടെ ജോലി ചെയ്തവരിലുണ്ട്. ലക്ഷങ്ങളുടെ മരുന്ന് തിരിമറി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ INTUC ആഭിമുഖ്യമുള്ള ചില ജീവനക്കാർ ഇടപെട്ട് തിരിമറി നടത്തിയ ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം മറ്റ് ജില്ലയിലെ വെയർഹൌസിലേക്ക് സ്ഥലം മാറിയ ഇവരെ വകുപ്പ് തല തുടർ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. സാധാരണക്കാരായ രോഗികൾക്ക് വില കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ കാരുണ്യ ഫാർമസി തുടങ്ങിയത്. എന്നാൽ ഇതിനകത്തുള്ള ചില ജീവനക്കാരുടെ ഒത്താശയോടെ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ പോകുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അഖിലേഷിനൊപ്പം സുനിൽ അരുമാനു. കലാഭവൻ മണിയുടെ മരണകാരണം കണ്ടെത്താനായില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ടിൽ ബന്ധുക്കൾക്ക് അതൃപ്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മണിയുടെ ഭാര്യയും സഹോദരനും മനുഷ്യാവകാശ കമ്മീഷന് ആക്ഷേപം സമർപ്പിച്ചു. പോലീസ് പലരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ആക്ഷേപങ്ങൾ DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി.